ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാര്യം, ചിലപ്പോൾ അതൊരു വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ജീവിച്ച ഒരു സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ട ഒരു എനർജിയുമായിരിക്കാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ കടബാധ്യതകളൊക്കെ വന്ന് വിറ്റുപോയ വസ്തുവോ വീടോ അല്ലെങ്കിൽ ഒരു വാഹനമോ അതൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നതുമാവാം. ചില ആൾക്കാർക്ക് നിങ്ങൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ജോലി നഷ്ടപ്പെട്ടു പോയൊരു എനർജിയാണ്. ചിലപ്പോൾ ഇതൊരു വ്യക്തികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളൊരു കംഫർട്ട് സോണിലാണ്. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ഓക്കെ ആണെന്നാണ്. അതിന് കാരണം നിങ്ങൾക്കിവിടെ വലിയ സ്വപ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ സ്വപ്നങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വേറൊരു വലിയ കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ സമയം കൂടുതലായിരിക്കും. അപ്പോൾ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരുടെ, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. കാരണം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഒരുപാട് ഉയരത്തിലുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും നിങ്ങൾ മാറുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഡെവിളാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ മറ്റാരെങ്കിലും നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എങ്കിൽ അത് ഫിസിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ മെൻ്റലി, ഇമോഷണലി ഒക്കെ നിങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ചിട്ടുണ്ടാകാം. നിങ്ങളിൽ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തികൾ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വില തരുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അത് പലപ്പോഴും നമ്മൾ ഇമോഷണലി ഡൗൺ ആകുന്ന സമയത്താണ് നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് എനർജി വന്നു പോയിട്ടുണ്ടാവാം. അത്തരമൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അത് നിങ്ങളെ എല്ലാ കാര്യത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ടുമുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനൊരു അവസ്ഥയും നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. ക്ഷീണം അമിതമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്പോൾ
നിങ്ങൾക്ക് തന്നെ ആ ഒരു ഊർജം ഇല്ലാത്തൊരു എനർജി, അതായത് എനിക്കെന്തോ സംഭവിക്കുന്നു, എനിക്കെന്തോ പറ്റി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് വരാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ റിലീസാകുമ്പോഴും ഒക്കെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം, അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മറ്റാരുടെയെങ്കിലും അടുക്കൽ നിങ്ങൾ സമീപിക്കുന്നതുമാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ചില ആൾക്കാർ നിങ്ങൾക്ക് നല്ലതല്ല വരുത്തുന്നത്, നിങ്ങളുടെ പൈസ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലെ ഊർജം ചോർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ലവേഴ്സാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളുടെ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച ഒരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതോ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു പ്രണയം വന്നു ചേരുന്നതോ ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു വ്യക്തി, അവരെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇതിൽ പാസ്റ്റിൽ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ചിലപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതാവാം. അപ്പോൾ അവരുടെ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഇവിടെ മാറുന്നു എന്നുള്ളതാണ്. അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുമാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഫാമിലിയുമായി ചേർന്ന് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ പിണക്കത്തിലായിരുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പിണക്കമൊക്കെ മാറി നിങ്ങൾ വളരെ സ്നേഹത്തിലായ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സമയം അങ്ങനൊരു തോന്നൽ വരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അവരുമൊത്ത് ചില പുറത്തൊക്കെ പോയി ഒന്ന് കാറ്റുകൊണ്ടിരിക്കാനുമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്ന ആ ഒരു സന്തോഷം വേറൊരിടത്തു നിന്നും നമുക്ക് കിട്ടില്ല. കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ലവേഴ്സും 10 ഓഫ് കപ്സും ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്.
തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കുറേ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും ഒക്കെ ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന 2 വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ആൽമരം പോലുള്ള മരത്തിൻ്റെ കീഴിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാൻ ഇതിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജി സ്വീകരിക്കാൻ സാധിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുക. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. വളരെ സ്റ്റേബിൾ ആയിരിക്കും നിങ്ങളെന്നുള്ളതാണ്. ഒന്നിലുമധികം ഡിപ്രസ്ഡ് ആകാതെ, ഒന്നിലുമധികം അഡിക്റ്റഡ് ആകാതെ, അതായത് ഇപ്പോൾ ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ്. എത്ര സന്തോഷം വന്നാലും നിങ്ങൾ അമിതമായിട്ട് സന്തോഷിക്കില്ല, പക്ഷേ എന്നാൽ സന്തോഷമുണ്ട് താനും. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജി അങ്ങനെയാണ്. ഈ സമയം ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഒരു ലവ് ഓഫർ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതായത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളിൻ്റെ ഓഫർ. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണ്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. അതുപോലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അത്തരത്തിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്ന് ആൾക്കാർ ഗൈഡൻസ് എടുക്കും. അപ്പോൾ നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി മറ്റുള്ളവർ കാണുന്ന ഒരു എനർജിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വന്നു ചേരുന്നു എന്നുള്ളതാണ്. പിന്നെ ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ടവറും ഡെവിളും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ശക്തി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് പോകുന്നതുമായിരിക്കാം. ഇതിൽ ചില ആൾക്കാർ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കൺമുന്നിൽ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ, ചില വാർത്തകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കാണേണ്ടി ഒരു അവസ്ഥ വന്നേക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജിയുമുണ്ട്. നമ്മൾ വിശ്വസിച്ചിരുന്ന ആ ഒരു കാര്യം അത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതോ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു വിശ്വാസമേ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചില വ്യക്തികളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാനും നിങ്ങളോട് മത്സരിക്കാനും ഒക്കെ അവർ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും വളർച്ച ഉള്ള ആൾക്കാരെ തളർത്താനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കരിയറിലാവാം, റിലേഷൻഷിപ്പിലാവാം. അപ്പോൾ അത്തരത്തിൽ ചില ആളുകൾ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് പരാജയപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് യുദ്ധം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളാവാം നിങ്ങൾ. അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ഇവിടെ എൻഡ് ആകാറായി എന്നാണ്. നിങ്ങൾ ഇത്രയും കാലം പൊരുതി മുന്നേറിയതിൻ്റെ ആ ഒരു പരിചയവും ആ ഒരു ധൈര്യവും ഒക്കെ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്.
അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ആ തടസ്സം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വളരെ ധൈര്യത്തോടു കൂടി നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും നല്ല കർമ്മത്തിനുള്ളൊരു ഫലമായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ആ ഒരു കാര്യത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു കാര്യം, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മത്തിൻ്റെ ഫലം അത് നമുക്ക് തന്നെ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ സമാധാനത്തോടു കൂടി ഇരിക്കുക. അതുമാത്രമല്ല, ഇതിൽ പാസ്റ്റിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. അപ്പോൾ ആ ഒരു വ്യക്തി ഈ സമയം നിങ്ങളുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പവർ എന്താണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്താണ് എന്ന് അവർ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് കുറേ ആൾക്കാർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് ഈ സമയം നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ലവേഴ്സ് കാർഡും ഉണ്ട്. അപ്പോൾ സോൾ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു എനർജി തന്നെയാണ്. ചിലപ്പോൾ അവരുടെ ഒരു കോളോ മെസ്സേജോ അങ്ങനെയൊക്കെ വരുന്നതുമാവാം. അപ്പോൾ ഇതിൽ അവരെ ഇനി നിങ്ങളുടെ കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ സമയം വിജയം നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഒരു നീതി ആഗ്രഹിച്ചത് ആ ഒരു നീതി നിങ്ങൾക്കിവിടെ ലഭിക്കുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക എന്നാണ്. അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ഫലം ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളങ്ങനെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ആളുകൾ ഒരു വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തും പല കാര്യങ്ങളും സക്സസ്ഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടും പാസ്റ്റിൽ ഇതൊന്നും നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ഫലം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഫലമുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് ക്ഷമ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് എന്നും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം, ആ കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ ആദ്യം നമുക്കുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്ത ഒരു എനർജിയെയാണ് നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്. നിരാശയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മുന്നിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നാണ്. നമുക്ക് ഒരു വീടുള്ളതിന് അല്ലെങ്കിൽ
നമുക്കൊരു വണ്ടിയുള്ളതിന്, നല്ല ഡ്രസ്സുള്ളതിന്, ആഹാരത്തിന്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇതൊന്നുമില്ലാത്ത ഒത്തിരി ആൾക്കാർ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാൽ നമുക്കില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ നമുക്കുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് നിങ്ങൾ സ്മരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജി അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ നിങ്ങൾക്ക് കൂടുതലായി ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കൊക്കെ പോകാൻ, അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനുള്ള സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇവിടെ ചില ആളുകൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുമാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ടെമ്പറൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എവിടുന്നോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നാണ്. ഈ ഒരു സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് വളരെ ഹൈ ആയിരിക്കുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇന്നലെ വരെ വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിങ്ങളിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നു എന്നാണ്. ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലാതിരുന്നുവെങ്കിൽ ഈ ഒരു സമയം ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറി കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ഈ സമയം നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലിമിറ്റേഷൻസ് അതൊക്കെ നിങ്ങൾ മറികടന്ന് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചില ചിന്തകൾ, അതായത് എനിക്കിങ്ങനെ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള കുറേ ചിന്തകൾ, അതായത് നമ്മൾ നമ്മളെ തന്നെ ചെറുതാക്കി കാണിക്കുന്ന ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട ഒരു സമയമാണെന്നാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സ് ഒക്കെ വിട്ടുകളയണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷനാണ്. ഇതിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയും ഉണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും കാണുന്നുണ്ട്. അതായത് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ആൻസിസ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതുമാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതുമാവാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ഒന്നുകിൽ അവരുപയോഗിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഈ സമയം വരുന്നതുമാകാം. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ചിലപ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മകൾ ഈ സമയം നിങ്ങളുടെ മനസ്സിൽ വരുന്നതുമാവാം. പാസ്റ്റിൽ മൺമറഞ്ഞു പോയ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ബ്ലെസ്സിങ്സും ഒക്കെ ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്
കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോഴ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവലാണ്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ കുറേ നാളായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയാകാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ വീട് മാറിപ്പോകുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടി അങ്ങനെ നിങ്ങൾ പോകുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണമെന്ന് കരുതി നിങ്ങൾ അവിടെ നിന്നും മാറിപ്പോകുന്നതുമാവാം. അപ്പോൾ നിങ്ങളിവിടെ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അത് വളരെ പ്രതീക്ഷയുള്ളൊരു യാത്രയാണെന്നുള്ളതാണ്. അങ്ങനെ കുറച്ചു കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ കുറേ ആൾക്കാർ തീർത്ഥാടന യാത്ര പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അമ്പലത്തിലേക്കൊക്കെ പോകണം, ദൂരെ അമ്പലങ്ങളിലേക്കൊക്കെ പോകണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതുമാവാം. അതായത് ദൂരെയുള്ള അമ്പലങ്ങളിലേക്കോ പള്ളിയിലേക്കോ അങ്ങനെ ഒരു യാത്ര പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ജീവിതത്തിലൊരു ഒരു സമാധാനം ലഭിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ജീവിതത്തിലൊരു വെളിച്ചം ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.